2025 എത്തിയപ്പോൾ മീൻചന്ത മിനി ബൈപ്പാസിലെ പാലാട്ട് നഗറിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ തൊട്ട വാർഡാണ് മീൻചന്ത വാർഡ്. ഈ വാർഡിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ പ്രസിഡൻറ്റിന് വാർഡ് കമ്മിറ്റി ചേരുന്നതിൻ്റെ തൊട്ടുതലേന്ന് റിട്ടേൺ ആയിട്ട് ഒരു കത്ത് കൊടുത്തു. അതുപോലെ തന്നെ DCC പ്രസിഡൻറ്റ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വിവരം അറിയിച്ചു. ഈ വാർഡിൽ മത്സരിക്കണമെന്നും 1988 മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്നതാണെന്നും സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ടെന്നും ഒക്കെ ഇവർക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അത് പിന്നെ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഇപ്പോൾ ഇലക്ഷൻ ഏകദേശം ഡിക്ലെയർ ചെയ്തു, നോട്ടിഫിക്കേഷൻ വന്നു. ഇന്നോ 2 ദിവസം കൊണ്ട് ഈ സ്ഥാനാർത്ഥി പിന്നെ നിർണ്ണയിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ഈ വാർഡ് കമ്മിറ്റി ചേർന്നിട്ട് അവിടെ പേര് പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. കാരണം അങ്ങനെ പേര് വന്ന് എൻ്റെ പേര് വന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള സാഹചര്യമൊക്കെ പലരും സൃഷ്ടിക്കുന്നുണ്ട്. അതിലൊന്നും പിന്നെ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല ഞാൻ. റിട്ടേൺ ആയിട്ട് വാർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തു, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചു. ഇനി അവർ തീരുമാനിക്കട്ടെ. സീറ്റ് തന്നിട്ടില്ലെങ്കിലല്ലേ. ഈ നിമിഷം വരെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനാണ്. നാളെ എന്താവുമെന്ന് പറയാൻ കഴിയില്ല. നാളെ എന്ത് തീരുമാനം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല.